2020 ലോക കിരീടത്തിനായുള്ള കലാശ പോരാട്ടം ഇന്നാണ്. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. 3-ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ കന്നിക്കിരീടമാണ് കിവീസിന്റെ ലക്ഷ്യം. മത്സരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രനും ലോകകപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് രുചീഷിലേക്ക് പോകാം. കാരണം രുചീഷ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും അവിടെ അഹമ്മദാബാദ് ഇന്ന് മത്സരം നടക്കുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ പരിസരത്തൊക്കെ ഉണ്ട് എന്നാണ് വിവരം. രുചീഷെ, എല്ലാവരും വലിയ ആവേശത്തിനിടയിലായിരിക്കും രുചീഷ് അവിടെ നിൽക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നെഞ്ചിടിപ്പാണ്. എന്താകും മത്സരവിധി, മത്സരം എങ്ങനെയായിരിക്കും? പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ കണ്ണീര് വീണ ഒരു സ്റ്റേഡിയം കൂടിയാണ് അത്. അപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിൽ രുചീഷിൻ്റെ പ്രതീക്ഷകൾ എന്താണ്? ഒപ്പം അവിടെയുള്ള ആരാധകരുടെ പ്രതീക്ഷയും. തീർച്ചയായും ശ്യാമിലി, ഈ ഒരു 2020 മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ചരിത്രത്തിനും അല്ലെങ്കിൽ കണക്കുകൾക്കും വലിയ സ്ഥാനമില്ല എന്ന്. അത് ഓരോ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ തരത്തിൽ തന്നെയാണ് എല്ലാവരും ആവേശം കാണുക. പക്ഷേ ഇപ്പോൾ ശ്യാമിലി സൂചിപ്പിച്ച സംഭവങ്ങൾ, ആ ഭയം, ഒരുപക്ഷെ വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നമുക്ക് അറിയാം, അതിന് മുൻപ് നടന്ന മത്സരങ്ങളിൽ ലോകകപ്പിന്റെ ഫൈനലിൽ തൊട്ട് മുൻപ് നടന്ന 2023 ഫൈനലിൽ നമ്മൾ കണ്ണീരണിഞ്ഞ് അവസാനിപ്പിച്ച ഒരു മൈതാനമാണ്. ഈ ലോകകപ്പിലാകട്ടെ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എതിരാളികളായി വരുന്ന ന്യൂസിലൻഡ് ആകട്ടെ ലോകകപ്പിൽ 3 തവണ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട്. 3 തവണ മാത്രമാണ് ഇരു ടീമുകളും തമ്മിൽ ലോകകപ്പിൽ മത്സരിച്ചത്. ഇതുവരെയും ന്യൂസിലൻഡിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ആവേശം, ആരാധകരുടെ ആവേശം കാണുമ്പോൾ അറിയാം, അവർക്ക് ഇന്നാണ് അവരുടെ ദിവസം, അവർ കാത്തിരുന്ന ദിവസം, അവർക്ക് ഈ കണ്ണീരൊക്കെ തുടച്ചു കളയാനുള്ള അവസരം എന്ന രീതിയിലാണ് ആരാധകർ ഇതിനെ കാണുന്നത്. എല്ലാ ഭാഗത്തും ആരാധകരുണ്ട്. നമ്മോടൊപ്പം ചില മലയാളി ആരാധകർ കൂടി ചേരുകയാണ്. നമുക്ക് അറിയാം, ഇന്നലെ മുതൽ വരുമ്പോൾ എല്ലായിടത്തും മലയാളികൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കോട്ടയം സ്വദേശിയാണ്, എബിനും കൂട്ടുകാരുമാണ് ചേരുന്നത്. എന്താണ്, സഞ്ജു സാംസന്റെ ആരാധകരാണ്? ഉറപ്പായിട്ടും സഞ്ജു കളിക്കും, ആ പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഈ ദിവസങ്ങൾ ഇതിനു മുൻപ് ഒക്കെ കാണുമ്പോൾ പലപ്പോഴും സഞ്ജുവിന് ടീമിൽ അവസരമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയില്ല. സഞ്ജു ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആയി, നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ സഞ്ജു കളിച്ചു. ലാസ്റ്റ് 2 കളി സഞ്ജു കാരണമാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. സോ അത്രേ ഉള്ളൂ. എബിൻ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആളാണ്. ഈ ബാംഗ്ലൂരിൽ ആകുമ്പോൾ നമുക്കറിയാം IPL ടീമൊക്കെ ഉള്ള ഒരു നഗരം എന്ന രീതിയിൽ കൂടിയുണ്ട്. ക്രിക്കറ്റിന് ആ രീതിയിൽ ഒരു ഇതുണ്ട്. അപ്പോൾ സഞ്ജു അവിടെയൊക്കെ എങ്ങനെയാണ് സഞ്ജുവിന്റെ ആരാധകരെ സംബന്ധിച്ച്? എല്ലാ വട്ടവും സഞ്ജുവിന് നല്ല ഫാൻസാണ്, നല്ല ഫാൻ ബേസാണ്. അവിടെ RCB രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു മാച്ച് എപ്പോഴും. അപ്പോഴാണെങ്കിൽ പോലും സഞ്ജു എന്ന് പറഞ്ഞ വിളി നമുക്ക് എപ്പോഴും കേൾക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് കൺസിസ്റ്റന്റ് ഉള്ള ഒരു പെർഫോമൻസിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഉറപ്പായിട്ടും ഇപ്പൊ നമ്മളാണ് പറയടാ സഞ്ജുവിനെ പറ്റി ആരാ പറയാനുള്ളത്, ഇങ്ങോട്ട് പറ, നമുക്ക് ബാക്കി പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. തീർച്ചയായും മലയാളി ആരാധകർ ഒരുപാട് ആളുകളുണ്ട്. എന്താണ് ഇന്നത്തെ ഒരു മത്സരത്തിന്റെ പ്രതീക്ഷ? ഇന്ന് കഴിഞ്ഞ 2 തവണ സഞ്ജു ജസ്റ്റ് മിസ്സായ സെഞ്ചുറി ഇന്ന് ഉറപ്പായിട്ട് അടിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ മത്സരങ്ങൾ സെഞ്ചുറി നഷ്ടമാകുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ സങ്കടമാണ്. പക്ഷെ സഞ്ജു പറയുന്നത് ആ സെഞ്ചുറിക്കപ്പുറം ടീമിന്റെ വിജയമായിരുന്നു പ്രധാനമാണ്. ഇന്ന് ടീമിന് വിജയം ഉണ്ടാവും, സെഞ്ചുറി ഉണ്ടാവും, ആ കിരീടവും നമുക്ക് കിട്ടും. അതെ ഉറപ്പായിട്ടും. എന്തായാലും സഞ്ജു നോട്ട് ഔട്ട് സെഞ്ചുറിയാണ്, നോട്ട് ഔട്ടാണ്. തീർച്ചയായും ആ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. സഞ്ജു ഒരു നോട്ട് ഔട്ടായി തന്നെ സെഞ്ചുറി നേടണം. സെഞ്ചുറിയിലേക്കുള്ള പ്രതീക്ഷയാണ്. നമുക്ക് കാണാം, ഇവിടെയൊക്കെ എല്ലാ തരത്തിലും കാണാം, ആ ആവേശം കാണാം. എല്ലായിടത്തും ആളുകൾ വലിയ ആവേശത്തോടെ നിൽക്കുകയാണ് ശ്യാമിലി. കാരണം നമ്മൾ ഈ മത്സരം തുടങ്ങാൻ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ കയറ്റിവിടാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. പക്ഷേ ഈ കാത്തിരിപ്പ് വല്ലാത്ത ആവേശത്തിലുള്ള കാത്തിരിപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ ടിക്കറ്റ് എല്ലാം വിറ്റഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 1,32,000 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അഹമ്മദാബാദ് എന്ന് നമുക്കറിയാം. ആ രീതിയിലുള്ള ആവേശം ഇവിടെയുണ്ട്. കാരണം ആ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞതിന് ശേഷവും അവസാന നിമിഷം ടിക്കറ്റ് സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും ഇവിടെ ടിക്കറ്റ് അവസാന നിമിഷവും ടിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത്രമാത്രം ആവേശമുണ്ട്. നമുക്കറിയാം, സാധാരണ 1,00,000-ത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയങ്ങളിലൊക്കെ എത്രമാത്രം ആളുകൾ വന്നാലും നിറയാത്ത ഒരു കാഴ്ച നമുക്ക് കാണാം. പലപ്പോഴും അത് ആ പൂർണ്ണതയിലേക്ക് എത്താത്ത കാണാം. പക്ഷെ ഇവിടെ അതിന് ഒരു സാധ്യതയുമില്ല. കാരണം 1,32,000 ആളുകളും ആ സിറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് തന്നെ എത്തുന്ന തരത്തിലേക്ക് എത്ര ടിക്കറ്റാണോ
എന്താണോ വിറ്റഴിയുന്നത് അതെല്ലാം വാങ്ങാൻ അത്രമാത്രം ആവേശം ഇവിടെ കാണാം. എല്ലാ ഭാഗങ്ങളിലും, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആവേശമാണ്. രാജ്യം ഒന്നാകെ തന്നെ അഹമ്മദാബാദിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകകപ്പിൽ തുടക്കം മുതൽ നമ്മൾ ആതിഥേയരായ ലോകകപ്പ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, തുടക്കം മുതൽ നമുക്ക് ചില പാളിച്ചകൾ ഇന്ത്യൻ ടീമിന് പറ്റി. പക്ഷേ അതിനുശേഷം ഒന്നൊന്നായി ടീം അതിന്റെ പൂർണ്ണമായ ശക്തി തെളിയിക്കുന്ന തരത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അത് സഞ്ജു സാംസണിന്റെ കാര്യത്തിലായാൽ തന്നെ ആദ്യഘട്ടത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചില്ല. പിന്നീട് സഞ്ജു ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊന്നും അർത്ഥമില്ലാത്ത കാര്യമായി. കാരണം സഞ്ജു തുടർച്ചയായി അദ്ദേഹത്തിന്റെ ബാറ്റ് എടുത്തപ്പോഴെല്ലാം സിക്സറുകൾ കൊണ്ട് മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടത്. സഞ്ജു ഇനി ടീമിലുണ്ടോ എന്ന ചോദ്യം പോലും അർത്ഥമില്ല. സഞ്ജു ഈ ടൂർണമെന്റിന്റെ താരമാകാൻ പോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യൻ ചേട്ടന്റെ കാര്യത്തിൽ എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. ചേട്ടൻ സൂപ്പർ ആക്കുമെന്ന് തന്നെയാണ് മലയാളികൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. രുചിഷ, ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? ആർക്കാർക്കും ടോസ്, പിന്നെ എത്ര റൺ ഇന്ത്യ അടിക്കും? ആരാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല, എങ്കിൽ പോലും ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? തീർച്ചയായും നമുക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഈ പിച്ച് സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും പറയും, ബാറ്റിംഗ് പിച്ച് വേണോ ബൗളിംഗ് പിച്ച് വേണോ എന്ന കാര്യത്തിലൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് പിച്ച് വേണം എന്ന ആവശ്യം തന്നെയാണ് ഇന്ത്യൻ ടീം ആഗ്രഹിച്ചത്. ഇന്ത്യൻ ടീം അതുകൊണ്ട് തന്നെ സാധാരണ ഈ ഏത് ഹോം ടീമാണോ ഉള്ളത് അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും പിച്ചിന്റെ കാര്യത്തിൽ വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീം ആഗ്രഹിക്കുന്ന പോലെ ഒരു ബാറ്റിംഗ് പിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു ടോസ് ലഭിച്ചാൽ എന്തായാലും ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ, ഒരു മികച്ച സ്കോറിലേക്ക് എത്താനായിരിക്കും ശ്രമം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂസിലൻഡിനെ എഴുതിത്തള്ളാൻ പറ്റുന്ന സംഘമല്ല. 33 പന്തിൽ സെഞ്ചുറി നേടിയ ഫിൻ അലൻ അടക്കമുള്ള വെടിക്കെട്ട് താരങ്ങൾ അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഒരു പ്രഡിക്ഷൻ എന്ന അർത്ഥത്തിൽ ജയിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ടീം തന്നെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. തുടർച്ചയായി കിരീടം നേടാൻ പോകുന്ന ആദ്യത്തെ ടീമാകാൻ ആഗ്രഹിക്കുന്നു. 3 കിരീടം നേടുന്ന ടീമാകാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം മണ്ണിൽ കിരീടം നേടുന്ന ഒരു ടീം എന്ന റെക്കോർഡ്, അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഒരു ജയത്തിന് അകലെ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ തന്നെ ജയിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ന്യൂസിലൻഡിന് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റുന്ന സംഘമല്ല. എന്തായാലും ഏറ്റവും മികച്ച മത്സരം